കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകമാണ് നമ്മൾ സാക്ഷിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. താലപ്പൊലി ഏന്തിയ ബാലികമാർ, പുണ്യപുരാണ വേഷങ്ങളിൽ കെട്ടിയ ബാലികമാരും എല്ലാം മുഖ്യ ആകർഷണങ്ങളാണ്. ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകത്തെക്കുറിച്ച് തിരുവയ്ക്കോട് മേൽശാന്തിയായ നമ്മുടെ സന്തോഷ് തിരുമേനിക്ക് എന്താണ് പറയാനുള്ളത്? വളരെ ഗംഭീരമായ പരിപാടിയായിരുന്നു. വളരെ എന്തായാലും കാലഘട്ടമായിട്ട് ഇത്രയും മനോഹരമായിട്ടൊരു പരിപാടി ഇവിടെ ആവിഷ്കരിക്കാൻ പറ്റിയത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. ദേവിക്കതൊക്കെ ആവശ്യമായിട്ടിരുന്നതാണ്. എന്തോ കാരണവശാൽ ഇതൊന്നും നടക്കാതെ പോയി. ഇപ്പോൾ അത് വളരെ മനോഹരമായിട്ട് ഇത്രയും ലെവലിൽ എത്തിക്കാൻ പറ്റിയ മേൽശാന്തിക്കും ഭാരവാഹികൾക്കും ദേവിയുടെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ശരി തിരുമേനി. കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ആണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പവിത്രമായ രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള ചടങ്ങാണ് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്നത്. രണ്ട് വഴിയായിട്ട് 4 പേരല്ലേ? 2 വഴിയായിട്ട് 2 പേര് ഇവിടെ. കർക്കിടക മാസത്തിലെ രാമായണ മാസത്തോടനുബന്ധിച്ച് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീരാമ പട്ടാഭിഷേകത്തിന് മുന്നോടിയായിട്ടുള്ള ചെറിയ ഘോഷയാത്രയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നടക്കാൻ പറ്റുമോ അവർക്ക്? അങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ വരട്ടല്ലേ? ശ്രീരാമന്റെ രാമജപ ഘോഷയാത്രയുടെ കൂടെയാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. അവിടെ ശ്രീരാമനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ മാറ്റാം ആ സമയത്ത് കേട്ടോ. അപ്പോ എല്ലാരും ശ്രീരാമ ജപം, രാമം, ഹരേ രാമ മാത്രം ജയിക്കാം. മുമ്പോട്ട് പോകൂടെ? തുടങ്ങിയ വരട്ടാ. അപ്പം മുമ്പോട്ട് വന്നോളൂ. ശ്രീരാമ പട്ടാഭിഷേകത്തോടനുബന്ധിച്ച് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പട്ടാഭിഷേകത്തിന് മുന്നോടിയായിട്ടുള്ള ചെറിയൊരു ഘോഷയാത്രയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തിനിർഭരവും വളരെ മനോഹരവുമായ ഈ ഒരു കാഴ്ചയാണ് കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് സാക്ഷിക്ക് വേണ്ടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. അതിലേ പോട്ടെ, അതിലേ പോട്ടെ, വലിയമ്പലത്തിന്റെ അതിലേ പോകണം. എല്ലാം
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ശ്രീ വെള്ളിയോടിലത്ത് വിഷ്ണു നമ്പൂതിരി കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ക്ഷേത്രം മേൽശാന്തി നമ്മുടെ ഇപ്പം സന്തോഷമുണ്ട്. വളരെ നയനമനോഹരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. അപ്പം അതിനെക്കുറിച്ച് ഇത്രയും ജനപങ്കാളിത്തവും എല്ലാ കുട്ടികളും വന്നു, നന്നായിരുന്നു. അതിനെക്കുറിച്ച് മേൽശാന്തിക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും ശ്രീരാമന്റെ ഈ ദിവസത്തെ കുറിച്ചിട്ട് എല്ലാവർക്കും ഒരു ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ പട്ടാഭിഷേകം എന്ന് പറയുന്നതിനെ പറ്റിയും ഒക്കെ നമുക്കിപ്പം മനസ്സിലാക്കാം. പറഞ്ഞോളൂ പിന്നീട് എപ്പോഴെങ്കിലും ഇല്ല അല്ല ഇതിപ്പം നമ്മൾ ഈ സാക്ഷിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അങ്ങയുടെ അങ്ങ് ഇവിടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഞാൻ ഇവിടെ എത്തിയത് ഒരു ദൈവന്റെ നിയോഗം എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ഒരു നിയോഗം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്നോടൊപ്പം തന്നെ എൻ്റെ കൂടെ നിന്ന സന്തോഷേട്ടനാണെങ്കിലും നമ്മുടെ രാജേഷേട്ടനാണെങ്കിലും രണ്ടുപേരും വളരെയധികം കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ചടങ്ങ് ഇവിടെ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്. എന്തായാലും തിരുമേനി വളരെ സന്തോഷവാനാണ്. നമ്മുടെ ക്ഷേത്രത്തിലെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ആൾക്കാരും വളരെ കംഫർട്ടബിളായിട്ട് എല്ലാം നല്ല എല്ലാ സഹകരണവും കാര്യവും എല്ലാം നന്നായിരുന്നു. എന്തായാലും ഇത്രയും സാക്ഷി ടി വിക്ക് വേണ്ടി പ്രതികരിച്ചതിന് മേൽശാന്തിക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. കുരിയോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രോഗ്രാമിനോട് നമുക്ക് ഹനുമാനെ പരിചയപ്പെടുത്തുകയാണ്. മോനെ നോക്കടാ സാക്ഷി ടിക്ക് വേണ്ടി വിജയപിള്ള കുരിയോട്.